കിട്ടുന്നില്ല. കിട്ടിയേ അനക്ക് കിട്ടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ശ്രമിച്ചുകൊണ്ട് കിട്ടി. 5 ആൾക്കാരും നല്ല രീതിയിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പൊട്ടിക്കരുത്. അത് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അക്കൂട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസറും. അത് ഹലോ ഹലോ, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പം ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. സന്തോഷം മാത്രമല്ല, ഭയങ്കര അഭിമാനം തോന്നുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിദ്ധു മോന് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു, അത് LSS ലഭിച്ചിട്ടുണ്ട്. അത് ചെറിയൊരു സങ്കടമുണ്ട്. അപ്പോൾ 2 ആളും ഉണ്ടായിരുന്നു, അതായത് കുഞ്ഞൂനും സിദ്ധുവിനും നല്ല രീതിയിൽ LSSന് USSന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുവിന് ചെറിയ 1-2 മാർക്കിന് USS കിട്ടിയില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാലും ഇത് LSS സിദ്ധുവിന് കിട്ടിയതിനുള്ള വളരെയധികം സന്തോഷമുണ്ട്. ഒരു അഭിമാന നിമിഷം ആണ് ഇന്ന് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. എഫേർട്ടിന്റെ ഫലം തന്നെയാണിത്. അതുപോലെ തന്നെ ഞാളും മെന്റലി ഫിസിക്കലി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോ ഞാനിപ്പം പറയുന്ന പോലെ തന്നെ ഓരോ വിജയം ഞാളെ വിജയം. അതെ, നമുക്ക് എവിടെ പറയാം, അതായത് നമ്മളെ ഒരു വിജയം തന്നെയാണ്. പലതിനുള്ള മറുപടിയും കൂടി തന്നെയാണ് ഇത്. കാരണം എന്താ വെച്ചാൽ എനിക്കറിഞ്ഞൂടെ, എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 2 പേര് 3 പേര്. പക്ഷേ എസ്പെഷ്യലി ഫസ്റ്റ് നമ്മളൊരു കുട്ടീനെ പോറ്റി വളർത്തുന്നതിനുള്ള മിസ്റ്റേക്ക് എല്ലാം സെക്കൻഡറി കുട്ടികളെ പോറ്റി വളർത്തുന്നതിൽ തിരുത്തുന്നതായിരുന്നു ഇവരെ എൻ്റെ കാഴ്ചപ്പാട്. കാരണം ദൈവം ചെയ്യാൻ പറ്റാത്തൊക്കെ ഞാൻ ഇവർക്ക് ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും തന്നെ ഞാൻ സിദ്ധുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്താ രാവിലെ തന്നെ എണീക്കാനൊക്കെ മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതിങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് LSS കിട്ടി, എങ്ങനെ അത് പഠിച്ചിരിക്കുക ഇത് പഠിച്ചിരിക്കുക, ഇങ്ങനെ പ്രഷർ ചെയ്ത് പ്രഷർ എന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. പരീക്ഷയോട് അടുപ്പിച്ച് കുറച്ച് നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കൊണ്ടുപോയി വിടലും കൂട്ടിക്കൊണ്ടുവരുത്തും ആ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു, അത് വായിച്ചിരുന്നു, ഇത് വായിച്ചിരുന്നു. ഓനാണെങ്കിൽ ഇങ്ങനെ കയ്യൂലാണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ എന്താ പറയാ, ഒരു ഇങ്ങനെ ചെവിയിൽ വെള്ളം പോയ പോലെ അതുകൊണ്ട് ശരിക്കും ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വീഡിയോ എടുക്കേണ്ടതുണ്ടാവും, ചില പാർട്ടികൾക്ക് പോകേണ്ടതുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവര് ആ ഒരു സമയത്ത്. ചില വീഡിയോയിൽ നമ്മൾ 2 ആൾ മാത്രം പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നമ്മുടെ ബന്ധുക്കളെ തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇവർ അത് ക്ലാസ് പോലും മിസ് ചെയ്ത് വെച്ചിട്ട് അതിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് അവർക്ക് വന്നിട്ടുണ്ട്. മക്കളെ കൂട്ടാതെ പോയി അങ്ങനെ. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് ഒരാൾക്ക് തോൽവിയെന്നൊന്നും പറയാൻ പറ്റൂല. ഇതിനിടയിൽ തന്നെ പറയേണ്ട വിട്ടുപോയതല്ല, വടകര മേപ്പയിൽ ഈസ്റ്റ് SB സ്കൂളിലാണ് കേട്ടോ ഇവർ 2 പേരും പഠിച്ചത്. അവിടെയുള്ള ടീച്ചേഴ്സും അവൻ്റെ 2 പേരുടെയും ടീച്ചേഴ്സും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരെ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതുണ്ട് അവിടെ നിന്നുകൊണ്ട് അവർ രാത്രിയൊക്കെ ഭയങ്കര കെയർ ചെയ്തിട്ട് കുട്ടികളെ നോക്കിയതിൻ്റെ ഒരു പറയും കൂടിയാട്ടോ ഇത്. അത് തീർച്ചയായും അവർ ആ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര എനിക്ക് തോന്നുന്നത് അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ടീച്ചേഴ്സ്. ഞാനെപ്പോൾ പറയുന്നുണ്ട് അത്രയും. കാരണം ഇത് കുട്ടികളെ വിജയത്തിനേക്കാളും ഒരു സ്വന്തം മക്കളെ പോലെ തന്നെ ഞാൻ വിജയം ചിന്തിച്ചിട്ട് അതില് സിബിൻ മാഷാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, സിദ്ധുവിനെ LSS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് വിളിച്ച സമയത്ത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അവർ വിളിച്ച് നമ്മളെ അറിയിച്ച് മകനായിട്ട് ഞാൻ വഴിയിൽ വരുന്ന സമയത്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സിദ്ധു എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു വിളിച്ചത്. അങ്ങനെ എന്തായാലും എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മളെ ഋതുലിൻ്റെ ആണെങ്കിലും ഒക്കെ ടീച്ചേഴ്സിനൊക്കെ എഫേർട്ട് എടുത്തല്ലോ. അത് കിട്ടി എന്നുള്ളതിനേക്കാളുപരി എഫേർട്ട് എടുത്തിട്ട് ഒരു ഇത് എന്താ പറയുക, ഫസ്റ്റ് ഒരു സ്റ്റെപ്പ്. ഇനി അങ്ങോട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പം ഇവിടെ ഇല്ലാത്ത സൈഷയുടെ പെങ്ങളുണ്ട് ഇവിടെ. നമ്മൾ വീട് ഇങ്ങോട്ട് മാറി അതിൻ്റെ കുറേ വീഡിയോസൊന്നും ഒരു 4-5 ദിവസമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഹോം ടൂർ തന്നെ കാണിക്കാം. ജസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ അടുക്കള. അപ്പോൾ ബാക്കി ഹോം ടൂർ കാണിക്കുമ്പോൾ കറക്റ്റ് കാണിക്കാം. പിന്നെ ഇതിൻ്റെ സൈഷയുടെ പെങ്ങളിപ്പം വന്നതായിരുന്നു അന്ന് വീട് മാറുന്നത്. അപ്പോൾ നമ്മൾ പിടിച്ച് നിർത്തിയിട്ട് ഇവിടെ 2 ദിവസം കൂടി ഇവിടെ ഉണ്ട്.
പിന്നെ ദേവുട്ടില്ല, ദേവ് വന്നിട്ടില്ല, ലീവ് കിട്ടിയിട്ടില്ല. ലീവ് ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവൾ ഇന്ന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അടുത്ത പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ചെറുതായിട്ട് പിന്നെ ഓരോരു സന്തോഷം എന്നുള്ളതിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. സിദ്ധുവിന് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, പിന്നെ ചിക്കൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാട്ടോ. രണ്ടും പൊരിച്ചതും ഫ്രൈ എല്ലാം ഒന്നാന്ന് പറയും. സത്യം അങ്ങനെ പറയൂല്ലേ? അതെ, ഇതായിട്ട് സൗണ്ട് കേൾക്കൂല. ഇത് വെച്ചുകൊണ്ട് കാണിച്ചാൽ മതി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഒരു പരിപാടി ഉണ്ട്. അതെ, വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് വരാം. ദൂരെ കണ്ടിട്ടില്ലാലോ. സിദ്ധുവിനെ വിളിക്കാൻ എന്താണ് വിളിക്കാം. പറഞ്ഞോ? കിട്ടി മിസ്സായി. സാരമില്ല, പറയാൻ പറ്റില്ല. വിജയത്തിന്റെ മുന്നോടിയാണ്. അതാണ് പരാജയം എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്താണ്? ജയമാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ദേവു ഇല്ലാത്തത് കുറച്ചൊരു സങ്കടം ഉണ്ടല്ലേ കുഞ്ഞു? കുഞ്ഞുവിന് സിദ്ധുവിന് ഭയങ്കര. പിന്നെ ഞാൻ ജയിച്ചോണ്ട് ഇന്ന് ഏച്ചി വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിർബന്ധില്ല. അപ്പൊ അതുകൊണ്ടായിരുന്നു ഞാൻ ഇന്ന് സിദ്ധുവിന്റെ ഇതുകൂടി ഒരുമിച്ചാക്കാം. എന്താണ് എഴുതിയിട്ടുള്ളത്? കൺഗ്രാറ്റ്സ് സിദ്ധു. ഇപ്പൊ തട്ടിപ്പോയി. സിദ്ധുവിന് LSS കിട്ടിയതിൻ്റെ ഇതാക്കി കട്ടിയത്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി എന്താ പാട്ട് പാടുന്നതാ കൂടാ പാട്ടില്ല അല്ലേ? വലത്തേക്കേ വലത്തേക്ക് ഒരു കൈകൊണ്ട് കിട്ടായിട്ടാണ് കിട്ടുന്നില്ല. ആ, എല്ലാവർക്കും കൊടുത്തോ? അച്ഛൻ ലാസ്റ്റ് എടുക്കാം. കിട്ടിയേ അച്ഛന്. ഞാൻ തിന്നോട് പറ്റും. അതുപോലെ അപ്പം ഇനി അടുത്ത ബാക്കിയുള്ള കേക്ക് എങ്ങനെ മുറിക്കണം എന്നുള്ള ചിന്തയിലാണ്. ഇവൻ ആദ്യമേ പറയലുണ്ട് കേട്ടോ, കിട്ടും കിട്ടും എന്നിങ്ങനെ പറയലുണ്ട്. പാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കിട്ടുന്നേ. മൂപ്പർ എനിക്കൊന്ന് കുറേ എളുപ്പമായിട്ടോ മോട്ടർ നടന്നു. കുഞ്ഞു ആ നോക്കാക്കു. മോട്ടർ അല്ല അപ്പൊ ഞാൻ വിചാരിച്ച ഇങ്ങനെ ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെങ്കില് പിന്നെ അങ്ങ് പ്രതീക്ഷ തുടങ്ങി. എന്തായാലും ഇപ്പൊ ഹാപ്പി ആയില്ലേ? അപ്പേ ഒരു പ്രശ്നമില്ല. അല്ല മാമി കൊടുത്തില്ല. ഞങ്ങൾക്ക് എന്താ പറയാ, ആരും കേൾക്കോ എല്ലാത്തിനും കേക്ക് മുറിക്കാന്ന്. സംഭവം എന്താന്ന് വെച്ചാല് ഒരു സന്തോഷം. ഇത് ശരിക്കും കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ട ഒരു ചടങ്ങ് തന്നെയാണ് അല്ലേ? ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇവന് കിട്ടാത്തതിന്റെ ഒരു സങ്കടം ഉണ്ട് എന്തായാലും. അതോ കേക്ക് തിന്ന് കിട്ടി അല്ലേ? ഇനി ഇപ്പൊ കുഞ്ഞു 8ലേക്ക്, സിദ്ധു 5ലേക്കാണ്. കൊല്ലം നമ്മൾ നോക്കണ്ടല്ലോ കുഞ്ഞു, കൊല്ലം നമ്മൾ വിടുകയെന്ന് ചോദിക്കാം. അപ്പൊ ഇനി ഒരു കൊല്ലോടെയും കാത്തുന്ന അടുത്ത നമ്മളെന്തിനാ കാത്തിക്കുക റിസൾട്ടിനാ? കുഞ്ഞു SSLC. അപ്പൊ ഇപ്പൊ തോറ്റത് അതിന് പിടിക്കണം. എങ്ങനെ NMMS അതിന് പിടിക്കണം അല്ലേ? ഇനി സിദ്ധു എന്ത് ചെയ്യണം? USS. യെസ്.
കുഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് എന്ത് അറിയാൻ പറ്റില്ല, പഠിക്കാൻ പറ്റിയതൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടില്ല കേട്ടോ, നല്ലോണം നല്ല എഫേർട്ട് ഇട്ട് നോക്കിയിട്ടുണ്ട്. 66 മാർക്ക് ഉണ്ട്, അതായത് 70 ആണ് കട്ട് ഓഫ് മാർക്ക്. ഇപ്പൊ അതിൽ 4 മാർക്ക് അത്രയേ പോയിട്ടുള്ളൂ. വന്നേരം പറഞ്ഞിട്ടുണ്ട്, 1-2 ക്വസ്റ്റ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചില്ല ഒരു 70 എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചു. കട്ട് ഓഫ് ആദ്യമൊക്കെ കിട്ടാത്തതല്ലേ, പക്ഷെ അതല്ല അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെ, അതിന് എഫേർട്ട് എടുക്കുക, അതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ആ എഫേർട്ട് എടുത്താൽ കിട്ടുക എന്നുള്ളത് പിന്നെ വേറെ കാര്യമാണ്. എന്നാലും അതെ ഭാഗ്യം. അതെ അതെ. അപ്പൊ ഞാളെ ഡ്യൂട്ടി ഇല്ലാത്ത ഭയങ്കര അതിന്റെ ഒരു സങ്കടം എന്തായാലും ഉണ്ട്. ഇത് അറിഞ്ഞവര് തന്നെ അല്ല, ഇത് അവര് തന്നെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെക്കണം, ഞാൻ വരുന്നവര് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞതാ അല്ലേ. ചേച്ചി വിളിച്ചിട്ട് എന്താടാ പറഞ്ഞേ? ആ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ലുഡോ ബോർഡ് അവളൊക്കെ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞതാ, പക്ഷെ വരാൻ പറ്റിയില്ല. ചെറിയ ചെറിയ സാങ്കേതിക കാരണങ്ങൾ കാരണം വരാൻ പറ്റില്ല. അല്ല മതി, ഇതെന്തായാലും ഇങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചു ചേർക്കണ്ട. വെളിച്ചെണ്ണ പരിപാടി ഉള്ളത് അങ്ങോട്ടൊന്നും ചിക്കൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പോയി. ഞാൻ വിചാരിച്ചു കഞ്ഞി പേടിച്ചോടിയാ കേട്ടോ. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പൊറാട്ട ചിക്കൻ വാങ്ങുന്നത്. ഇന്ന് രാവിലെ ഇന്നലെയാണ് ശരിക്കും റിസൾട്ട് വന്നത്. ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ദൈവമൊക്കെ വന്നിട്ട്. എന്തായാലും സന്തോഷം. നാളെ നാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമുണ്ട്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണത്. പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇത്. റിയൽ ലൈഫാണോ റിയൽ ലൈഫാണോ ഒക്കെ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം അതെന്താ? എന്തായിരിക്കും വേണ്ടേ? സൈക്കിൾ ആരാ പൊട്ടിച്ചേ? ഞാനോ കുഞ്ഞോ പൊട്ടിച്ച് ഒരു ദിവസം കുഞ്ഞു സൈക്കിൾ ഓടിച്ചിരുന്നു. ഓന്റെ സൈക്കിൾ ഞാൻ ഓന്റെ സൈക്കിൾ എന്നിട്ട് ഒരു നേരം ഇവന് ഞാൻ നിന്ന് യായം കളിക്കുന്നത്. അപ്പൊ ഞാനോട് സൈക്കിൾ ടയറിട്ട് കുത്തി. അപ്പൊ ഞാൻ മുന്നോട്ട് പോയി ഓനെ മാറ്റിയിട്ട്. അപ്പൊ ഓനെന്താക്കിട്ട് ഞാനിങ്ങനെ വളച്ച് ഡ്രിഫ്റ്റ് അടിച്ചു. അപ്പൊ ഓനെ ഒറ്റ കുത്തി. അത് റിവെഞ്ച് അല്ലേ? അത് കറക്റ്റ് അല്ലേ? ഓൻ എന്നെ വെറുതെ കുത്തിയിട്ടല്ലേ? അത് എന്തിനാന്നറിയോ, ഇവ മുന്നിൽ കൂടി ഞാൻ ബാക്കിൽ തന്നെ മുന്നിൽ കൂടി ഇങ്ങനെ ഓടിക്കും. എനിക്കാണെങ്കിൽ അയ്യ സൈക്കിളിന് ചെറുതായിട്ട് ആദ്യം ഇതുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ അതിനകത്ത് മെല്ലെ പോകും. സൈക്കിൾ വാങ്ങിയ ശേഷം വാങ്ങിയ സൈക്കിൾ രണ്ട് സൈക്കിൾ. അതോ എന്റെ സൈക്കിൾ വാങ്ങിട്ട് 4 കൊല്ലായി. ഓന്റെ സൈക്കിൾ വാങ്ങിട്ട് 1 കൊല്ലായിക്കല്ലോ. ആദ്യം അതിന്റെ കംപ്ലീറ്റ് സ്റ്റിക്കർ എല്ലാം പറിച്ച് ഇപ്പൊ കറുപ്പ് കളറാക്കി വെച്ചിട്ട് സൈക്കിളല്ല ബൈക്ക്. എന്തായാലും അടിപൊളിയായി. അടിപൊളിയായി കേട്ടാ. ഇങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ചിക്കനും പൊറാട്ടയും ഉണ്ടാകുമ്പോൾ ചായ കുടിക്കണം. പിന്നെ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ തട്ടുകടയിലെല്ലാം പോയിട്ട് പുട്ട് കഴിക്കില്ലേ, അന്നേരം ചായ കുടിക്കണം. ഇത് വേണോ? ഇവിടെ സെറ്റപ്പായി നിൽക്കുന്നുണ്ട് കേട്ടോ. എടുത്തോ. സിദ്ധുവിന്റെ പാർട്ടിയാണ് ഇന്ന്. അങ്ങനെ ഇപ്പൊ അച്ഛൻ തന്നെ വാങ്ങിക്കൊടുക്കും അല്ലേ?
പാക്കലിത് കറി എടുത്തോ. കറി എടുത്തോട്ട് അധികം ഇത് വേണ്ടിയില്ല സിധുവിന്. ആദ്യം പൊരിച്ചെടുത്ത് വെച്ചിക്ക് കുഞ്ഞു വാങ്ങിക്കും അല്ലേ? പണ്ടേ ചിക്കന് ഭയങ്കര വീക്ക്നെസ്സാണ്. എടുത്തോളെ സൈനെ പോയി. ഇതെന്റെ പെങ്ങളാട്ടോ. ഒരേ ഒരു പെങ്ങൾ. പക്ഷെ കൊറേ വീഡിയോ കാണിച്ചിട്ടില്ലേ? ഓ സജീഷ് ചേട്ടന്റെ ആര്യമ്പള കൂടലിന് പോയില്ലേ ഞാൻ? പറഞ്ഞോ ഞാൻ ചായ ഓണാക്കി വെച്ചിട്ട് ഇവിടെ മൂന്നേ. ആ മതി പോരി. ഇവിടെ വാടക കഴിക്കുക. അങ്ങനെ നമ്മളെ LSS കിട്ടിയ സിദ്ധുവിൻ്റെ പാർട്ടിയാണ്. കുറച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് അറിയോ? വെല്ലടിച്ചാൽ പാട്ട് വെക്കും. അത് നമുക്ക് പാട്ടാക്കിയിട്ടാക്കാം. ഒന്നും പറയാണ്ട് കഴിക്കുന്നത്. അതിലടിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാത്രിയായി. അപ്പോൾ ഇന്നത്തെ ആ സന്തോഷം അല്ലേ? സിദ്ധുവിന് എന്താ പറയാനുള്ളത് പറഞ്ഞു? സന്തോഷമുള്ള ദിവസം ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളും സന്തോഷങ്ങളാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലും ഭയങ്കര ഇനിയിപ്പോൾ തുറക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ചൊരു 4-5 ദിവസമല്ലേ ഉള്ളൂ. 4-5 ദിവസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ദിവസം സ്കൂളിൽ പോകാനായി. 5ാം ക്ലാസ്സിലേക്ക് അടുത്ത കൊല്ലം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി എന്നുള്ള ഇതായിരിക്കും കേട്ടോ സിധുവിന് കിട്ടുക അല്ലേ? അതായിരിക്കും അടുത്ത വിഷയം പറയുന്നുണ്ട്. വാങ്ങും ഒന്നും നമ്മൾ പറയുന്ന മാതിരി എല്ലാവരും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഇത് ചെറിയ വിശേഷമായിട്ട് തോന്നും. ചിലര് വിചാരിക്കില്ലേ ചോദിച്ചതാ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കും. ഞങ്ങളെല്ലാ വീഡിയോന്റെ ഇടയിലും പറയുന്ന നിങ്ങൾ പറയാണ്. അപ്പൊ ഇത് ഞങ്ങളെ സന്തോഷം, നിങ്ങളെയും കൂടി സന്തോഷം അനുഭവിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു Q&A ഇടാന്നൊക്കെ. Q&A ഇടാം. അതിന്റെ മുന്നേ ഹോം ടൂർ കാണിക്കുക. എന്നിട്ട് ഇനി Q&A Q&A എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പം തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ കുറേ ക്വസ്റ്റ്യൻസും കുറേ കമന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങൾ പറയാൻ പറ്റാത്ത ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള തോന്നലുകളൊക്കെ വന്നിട്ടുണ്ടാവും. അത് നിങ്ങളെ മൈൻഡിലുള്ള അതിൽ എനിക്ക് തോന്നുന്നു ഒരാള് കമന്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ തെറ്റിദ്ധാരണകളായിരിക്കാം കുറേയൊക്കെ. ഇല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ ഞാൻ മാറ്റി കൊടുക്കണം എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമന്റ്. എന്താണെന്ന് വെച്ചാൽ നീ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണമെന്ന്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉള്ളതിനെ കൊണ്ട് തന്നെ ആ ലിമിറ്റേഷൻസ് നമ്മളിവിടെ പാലിക്കുകയാണ്. അല്ല, ചിലത് കാണുന്നവർ മാത്രം അതാണ് ശരിയെന്ന് പറയും, ചിലത് കാണുന്നവരും അതാണ് ശരിയെന്ന് പറയും. അപ്പൊ അതുപോലെയല്ല, ഞങ്ങളുടെ ലൈഫിൽ ശരിയും തെറ്റും കാര്യമൊക്കെ നന്നായിട്ട് അറിയാം. അതെ, ഒരു ചില കമന്റുകളുണ്ട് റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അഭിനയമാണെന്ന് മനസ്സിലായി. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഞാൻ എൻ്റെ മക്കളോട് എങ്ങനെ നിൽക്കുന്നത്, ഞാൻ അതിൽ മാത്രമേ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളൂ. വേറെ യാതൊരു കാര്യത്തിലും കമ്മിറ്റ്മെന്റ് ഇല്ല. കുട്ടികളോട് സ്നേഹം ഇല്ലാത്തതിന്റെ പേരില് അല്ല, വേറെ കാര്യങ്ങൾ നിങ്ങൾ ഊഹിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ ജീവിതത്തിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം വെറുതെ പിന്നെ ഉഡായിപ്പാന്ന് വിചാരിക്കരുത്. കാരണം അത് തന്നെ, അതെ പറയാനുള്ള കാര്യം തന്നെ. അതായത് ഞങ്ങളെ കൺസേൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ 3 മക്കൾ തന്നെയാണ്. അവരുടെ ആ ഒരു അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അത് അവർക്കും ഉണ്ട്. അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലല്ല വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും. അപ്പോൾ അത്
ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും കൂടെ കാണുക. അതെ, ഞങ്ങളെ സന്തോഷം. ഇപ്പൊ ചിലര് 2-3 ആൾക്കാരിപ്പല്ലേ സിസ്റ്റർ ഇതിലുള്ള സ്നേഹം ഫേക്കാണ്, കുട്ടികളുള്ള സ്നേഹം ഫേക്കാണ്, ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരിക്കലും അതിലൂടെയല്ല ഞാൻ കാണിക്കുന്നത്. ഒരിക്കലും ഞാൻ ഈ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മക്കളെ കൂടെയുള്ള ജീവിതം നല്ല അടിപൊളിയായിരിക്കുന്നു പറഞ്ഞു. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരിക്കലും മറ്റേ അങ്ങനെ ചെയ്ത നിങ്ങൾ വിചാരിച്ച പോലത്തെ രീതിയിലെ കാര്യങ്ങൾ ചെയ്താൽ ആ സ്നേഹം ഉണ്ടാവും, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊന്നും നമ്മളൊരാളെ ബോധ്യപ്പെടുത്താത്തതിനെ കൊണ്ട് ഞങ്ങൾ അതിനൊരു വീഡിയോ അല്ലെങ്കിൽ തിരിച്ചൊരു ആൻസർ അല്ല, ഞങ്ങളില്ലേ പലപ്പം പല സന്തോഷങ്ങൾ, ചില സങ്കടങ്ങളുടെ കാര്യം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ വീഡിയോയിൽ വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ഞങ്ങളെ സന്തോഷം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇടും. അതെ, ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ സോറി കേട്ടോ സൈ ചേട്ടാ, നിങ്ങൾ വിചാരിക്കും എപ്പോഴും വേറെ കുറേ കമ്പനിയുടെ പ്രതിഭ സംസാരിക്കാൻ വിടുന്നില്ല എന്നുള്ളത്. അതിന്റെ സത്യം സൈഷേടം തന്നെ പറയും. ഇല്ല, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ സംസാരം വളരെ കുറവാണ്. അപ്പോൾ അത് പറഞ്ഞ് ഫലിപ്പിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യം ഉണ്ടാവും. അപ്പോൾ വീഡിയോയിൽ കുറച്ചും കൂടി അത് ആക്റ്റീവായിട്ട് പറയുന്നത് പ്രതിഭ ആയതുകൊണ്ട് സംസാരിക്കുന്നത്. എനിക്ക് പലപ്പോഴും എൻ്റെ നേരെ ചിലപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം സംസാരിക്കില്ല. അറിയാത്തതിനെ കൊണ്ടാണ് നമ്മള് വീഡിയോ ഓണാക്കുമ്പോൾ തന്നെ പറയുന്ന വെച്ചാൽ ഇനി പറയുന്ന പറയാം. അപ്പൊ അത് എനിക്കാണെങ്കിൽ ഇങ്ങനെ അത് വേണമെങ്കിൽ സിദ്ധുവിനോട് തന്നെ ചോദിച്ചാൽ മതി. അച്ഛൻ്റെ സ്ഥിതി എന്താ? അച്ഛൻ ഇങ്ങനെ ഇപ്പൊ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ അമ്മനോട് പറയും, അമ്മ സംസാരിക്കും. ചില ടൈമിൽ മാത്രം അങ്ങനെ അച്ഛൻ സംസാരിക്കുള്ളൂ. അപ്പൊ അതാണ് സ്ഥിതി, അതാണ് ആക്ച്വൽ സംഭവം. ഞാനിപ്പോ സൈഷേട്ടനെ കാണുന്നത് 4 കൊല്ലം പൂർത്തിയാൻ പോകട്ടോ ആഗസ്റ്റ് ആയാലേ. അപ്പൊ ഞാനറിയുന്ന സൈഷേട്ടൻ എങ്ങനത്തെ സംസാരിക്കും, എത്രത്തോളം സംസാരിക്കുന്നത് എനിക്കറിയാം. അപ്പൊ ചിലര് പറയുന്നത് ഓ നല്ലോണം സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്, ഇനി വെറുതെ സംസാരിക്കണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. അപ്പം അപ്പൊ എന്റെ നമ്മളെ ലൈഫിനെ പറ്റി ഞങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ട്. നിങ്ങളെന്താ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന വഴിയിലൂടെ ലൈഫ് പോകുന്നില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അങ്ങനെ എല്ലപ്പോൾ സാധിക്കില്ല. ഞങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അക്കൂട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസറും. അത് നമ്മൾ പുറത്ത് പറയാന്ന് അത് പലതും പല ആൾക്കാരെ വിഷമിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതൊരു മനസ്സിലായ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് പലതും നമ്മൾ അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല, ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ ലൈഫ് മാത്രമായിട്ട് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ വേറെ ആരെയും പ്രതീക്ഷിക്കരുത്, നമ്മൾ 5 ആളെ മാത്രമേ പ്രതീക്ഷിക്കാവൂ, അതിൽ എക്സ്ട്രാ എന്തെങ്കിലും അതാണ്. അതോ ഓല് നമ്മളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ള അതാരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അതാണ് അതിന്റെ ശരി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളെ ശരി നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത്. ആരെയും നമ്മൾ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരാളെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടിയിട്ടുമല്ല നമ്മൾ ഇത്ര കാലം ജീവിച്ചതും ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും. പിന്നെ കൂടെ ഒരു സപ്പോർട്ട്, കൂടെ ഒരു സ്നേഹം, അത്രയും നിങ്ങളിൽ നാളെ പ്രതീക്ഷിക്കുള്ളൂ. അത് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണകളൊന്നും ആരതും തിരിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് പറ്റൂല. ആരും തെറ്റായാലും ശരിയായാലും നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നവര് അല്ലേ? അതെ, ഇനിയിപ്പം അത് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സിദ്ധുവിന് LSS കിട്ടിയതാണ്. അതിന് ചെറിയ സങ്കടം എന്ന് പറയുന്നത് കുഞ്ഞുവിന് അത് കിട്ടിയില്ല. കാരണം കുഞ്ഞു 2 ആളും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. പക്ഷേ അതെ, അതുകൊണ്ട് ഇന്ന് ദേവുവിനെയും കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ കൈ വല്ലാണ്ട് വേദനയാണ് കേട്ടോ, ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ വലത്തേക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് അപ്പൊ എന്തായാലും റിസൾട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന കേൾപ്പോൾ ഓളെന്നോ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിന്റെ ഇടയ്ക്കൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, അമ്മയെ സിദ്ധുവിന്റെ കുഞ്ഞുവിന്റെ വന്നോ, പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു മിസ്സിംഗ് ഉണ്ട്, ഓളെ മിസ്സിംഗ് ഉണ്ട്. ഇനി ഒന്നുകൂടെ പറയാണ്, ഞാളെ 5 ആളെ സ്നേഹവും എപ്പോഴും പറയുന്നുണ്ട്. ഓരോരുത്തരും മക്കളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്, നിങ്ങളെ കാണിക്കാൻ കാണണ്ട, വേറൊന്നും കാണണ്ട. പക്ഷേ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഈ എന്ത് തന്നെ നിങ്ങൾക്ക് വേണേ വിചാരിക്കാം, ഞാൻ 5 ആളുടെ ലൈഫാണ്. ഞാൻ ഒരിക്കലും ഒരു പ്രത്യേകമായിട്ട് ഒരാളെ ഞങ്ങൾ 5 രീതിയിൽ 5 ആൾക്കാരും നല്ല രീതിയിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊട്ടിക്കരുത്. അത് ദേവി അത് ആ രീതിയിൽ നിങ്ങളെ സംസാരിന് ഒരിക്കലും ഞാൻ പറയട്ടെ, ഈ മക്കളെ വെറും ഈ സിസ്റ്റർ മക്കളായി കണ്ടും കൊണ്ട് ഇവരെ കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ ഞാൻ ചെയ്യൂല. കാരണം ഞാളെ മക്കളെ അതിൽ ഞാനും ഉൾപ്പെടും. നിങ്ങൾക്ക് എന്നെ തള്ളി പറയാൻ പറ്റൂല, സജീഷ് എന്നെ തള്ളി പറയാന്ന് വെച്ചാൽ ഇവരും അമ്മയെ തള്ളി പറയുന്ന മാതിരി, ഓളെ അച്ഛനെ തള്ളി പറയുന്ന മാതിരി.
അപ്പോൾ നിങ്ങളോട് ഇപ്പോഴും കൂടി പറയുകയാണ്, ഞാളെ ഈ ചാനൽ പ്രതിഭ സജീഷ് ബ്ലോഗ്സിൽ ഇനി സിസ്റ്റർ ഞങ്ങൾ കാണിക്കുന്നത് അത് നിങ്ങളെപ്പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല അതും വിചാരിച്ചിട്ട് നിങ്ങൾ ഈ കാണിക്കുന്നത് മൊത്തം ഇവരെ ചാനൽ കാണാനാണ്, ഇവരെ മാത്രം കാണിക്കാനാണ്, അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനത്തെ ഒരു ഇത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നു. ഇത് എല്ലാവർക്കും ബൈ.